രാജ്യമാകെ അലയടിക്കുന്ന വലിയൊരു പ്രതിഷേധം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് പാർട്ടിയാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ സംഘടനകളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും വലിയ പ്രതിഷേധം നടക്കുന്നു. ഇടതുപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധം പറയുന്നുണ്ടെങ്കിലും വലിയ രീതിയിലേക്ക് പ്രതിഷേധം വന്നില്ല. നിങ്ങളുടെ പ്രതിഷേധമൊക്കെ എവിടം വരെയായി? ഇത് കാരണം രാജ്യമല്ല ലോകം ചർച്ച ചെയ്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. മലപ്പുറം ജില്ലയില് കോൺഗ്രസ് ഇന്നലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും എല്ലാ പഞ്ചായത്ത് ബ്ലോക്ക് കേന്ദ്രത്തിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ശനിയാഴ്ച മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം കേരളത്തിലാകെ ഏറ്റെടുത്ത് അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം, ആ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ CJPയുടെ സമരം ആദ്യഘട്ടത്തിൽ അവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന്, അതായത് ജെൻസുകളുടെ സമരം എല്ലായിടത്തും പെട്ടെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒരു ഇതുകൊണ്ടാണോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും വന്ന് അതിനെ ഏറ്റെടുക്കുന്നു? അത് വലിയ രീതിയിൽ വലിയ സമരമായി മാറുന്നു. DCC ജനറൽ സെക്രട്ടറി K സനീഷ് ഈ സമരം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക്, ധർമ്മേന്ദ്ര പ്രധാന രാജിയിലേക്ക് എത്തുന്നത് വരെ തുടരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ സംശയമുള്ളത്? ഈ സമരം CJP എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഏറ്റെടുത്ത് അവർ നടത്തിയ സമരം അവരാണ് തുടങ്ങിയത്. പക്ഷേ ആ സമരം ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സമരം വിജയിപ്പിക്കും. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഇങ്ങനെ അത് സാധ്യമാവും. കാരണം ഇപ്പോൾ വലിയ രീതിയിലുള്ള പട്ടാളത്തെ, അതായത് കേന്ദ്രസേന ഇറങ്ങുന്നു, പോലീസ് വരുന്നു, ഡൽഹി ഏകദേശം വലിയൊരു സുരക്ഷാ വലയത്തിൽ, വലിയൊരു ഇതിലേക്ക് സംഘർഷ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇങ്ങനെ രീതിയിൽ സമരത്തിന്റെ പല ഘട്ടങ്ങളും മാറി. കോൺഗ്രസിന്റെ ആവശ്യം അതാണ്. അപ്പോൾ പല BJPയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇത് ഏറ്റെടുത്ത് കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധമായി മാറുന്നു. കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധം, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ചില ആളുകൾ, ഇപ്പോൾ സിനിമാ താരങ്ങൾ വരെ ഈ സമരം ഏറ്റെടുത്തു. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പേര് ഏറ്റെടുത്തു ഈ സമരം. ഇതിപ്പോ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമെന്ന രീതിയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ പോയി അവസാനം ഒരു വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ നമുക്ക്? ഈ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അത് ഒരു അല്പത്തരാണ്. കാരണം ഞങ്ങളാരും BJPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല. BJPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തണം എന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരൊറ്റ BJP ഓഫീസിലെയും ഇല്ലാത്ത രീതിയിലേക്കുള്ള മാർച്ച് സംഘടിപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാകുന്നത് നല്ലതാണ്. അത്ര ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറുക, അതിലെന്താ അർത്ഥമുള്ളത്? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് സമരഭൂമിയിലേക്കാണ് ചെന്നത്. സമരഭൂമിയിൽ ചെന്ന് അവിടെ നമ്മൾ ആ സമരത്തിന്റെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാരും കണ്ടതാണ്, നിങ്ങളും ഞങ്ങളും ഒക്കെ കണ്ടതാണ്. ഈ ലോകം കാണുകയാണ്. ഈ അതിഭീകരമായിട്ടുള്ള അതിക്രമമാണ് കേരളത്തിലോ ഇന്ത്യ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മർദ്ദനമുറകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്, പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പട്ടാളവും പോലീസും എത്ര ഗണിഞ്ഞ് ശ്രമിച്ചാലും ഈ ഭരണകൂടത്തെ നിലനിർത്താൻ സാധ്യമാകില്ല എന്ന് വരുംകാലങ്ങൾ തെളിയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തു. നമ്മുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചടിക്കുന്ന ഒരു സംഭവം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ അറിയാത്തവരാണോ അവിടുത്തെ പോലീസ്?
ആ പോലീസ് പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴക്കുക, ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് KC വേണുഗോപാലിനെ മർദ്ദിക്കുക, പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി വായ പൊത്തുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിനി, നമുക്ക് എല്ലാവർക്കും അറിയാം, മരണത്തോട് മല്ലടിക്കുകയാണ്. അവരുടെ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുൻപിൽ അവരുടെ ആളുകള്, അവരുടെ രക്ഷിതാക്കൾ നിൽക്കുമ്പോൾ ആ കുട്ടി അജ്ഞാത എന്നാണ് ആശുപത്രി രേഖകളിലുള്ളത്. ആശുപത്രി രേഖകൾ അജ്ഞാത എന്നാണ്. ആ കുട്ടിയുടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയപ്പാടിൽ അവരുടെ രക്ഷിതാക്കൾ നിൽക്കുമ്പോൾ അവർക്ക് പത്രമാധ്യമങ്ങൾ ആരെങ്കിലും അവിടെ ചെന്ന് സർക്കാരിനെതിരായി ശബ്ദിക്കുമോ അവരുടെ രക്ഷിതാക്കൾ എന്ന് തോന്നുമ്പോൾ അവർക്കെതിരെ പോലീസിന്റെ കവചം സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായി ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മാറുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കഴിഞ്ഞ ദിവസം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ട്രെയിനൊക്കെ തടഞ്ഞു. അപ്പൊ ഈ പ്രതിഷേധം ഇനി അവിടെ കൊണ്ട് തീരാത്ത രീതിയിൽ ഇനി വലിയ പ്രതിഷേധമാക്കി നിങ്ങൾ ഇവിടെ കോൺഗ്രസ് UDF ഒക്കെ മാറ്റുമോ? അല്ല, അതിന് സംശയമില്ലല്ലോ. ഞങ്ങൾ ഇന്നലെ അങ്ങാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് വളരെ സമാധാനപരമായ ഒരു മാർച്ചായിരുന്നു. അതിന് കാരണം എന്താണ്, ഒരാവശ്യമില്ലാതെ സമാധാനത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളത് തീരുമാനിച്ചെടുത്ത് നിന്നു. പക്ഷെ ഇനി ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സമരം ഇന്നിവിടെ നിന്നു, നാളെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചാൽ അത് BJPക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതുപോലെ പോലീസിന് പട്ടാളത്തിന് തടഞ്ഞാൽ നിൽക്കാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളെ കൊണ്ട് മാറ്റരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും സമര രാജ്യം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരമാണ്. ഇപ്പോൾ രാജ്യതലസ്ഥാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള സമരത്തെ തടയാൻ ഉള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവർ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ട്രെയിൻ തടഞ്ഞു. ഇനി സമരം ഇവിടെ കൊണ്ടും നിൽക്കില്ല. ഇടതുപക്ഷം അതുപോലെ UDF-ഉം LDF-ഉം ഒരുപോലെ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ, ഒരുപക്ഷെ രാജ്യമാകെ എല്ലാവരും സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കാവും ഇത് നീങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ചർച്ചകളിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇത് സമാധാനപരമാക്കി അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ സമാധാനപരമായി എല്ലാം അവസാനിച്ച് നമ്മുടെ രാജ്യം സന്തോഷപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബാർ വേണാട്ട്, One News Live, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചപ്ലശ്ശേരി.